പരിപാലിക്കുന്ന ഏകനും സർവശക്തനുമായ അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിലും സമയങ്ങളിലും ജീവിതത്തിൽ പാലിച്ചു പുലർത്തി തഖ്വയുള്ളവരായി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് സ്വന്തമെന്ന പോലെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഭൗതിക ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ഗുണനിലവാരമുള്ളത്, ക്വാളിറ്റി ഉള്ളതായിരിക്കണമെന്ന് നമുക്കൊക്കെ തന്നെ നിർബന്ധമുണ്ട്. നമ്മുടെ ഭക്ഷണം, വസ്ത്രം, വീട്, വാഹനം, നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈല്, അങ്ങനെ നമ്മൾ എന്തൊക്കെ ഭൗതികമായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ ഇവയൊക്കെ തന്നെ നല്ലതായിരിക്കണം, നല്ല ഗുണമേന്മയുള്ളതായിരിക്കണം എന്ന് നമുക്ക് നിഷ്കർഷയുണ്ട്. അങ്ങനെ ആയിരിക്കുകയും വേണം. അല്പം കൂടുതൽ കാശ് കൊടുത്താലും ശരി, അതിലൊക്കെ നമ്മൾ നല്ലപോലെ ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ നമ്മുടെ ആത്മീയമായ കാര്യങ്ങളിൽ ഈ ഒരു ഗുണനിലവാരം ഞാനും നിങ്ങളും എത്രമാത്രം ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് ഒരു ആത്മപരിശോധന നമ്മൾക്ക് വളരെ അത്യാവശ്യമാണ്. നമ്മുടെ നമസ്കാരം, നമ്മുടെ ദാനധർമ്മങ്ങൾ, നമ്മുടെ സംസാരം, ഇടപാട്, സാമ്പത്തിക രംഗം, കുടുംബം, അയൽപക്കം, ഇവിടെയൊക്കെ എത്രമാത്രം ക്വാളിറ്റിയോട് കൂടിയാണ് നമ്മൾ ഇടപെടുന്നതും നമ്മൾ നിർവഹിക്കുന്നതും എന്ന് നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? സർവോപരി നമ്മുടെ മരണം ക്വാളിറ്റി ഉള്ളതാവുക. അങ്ങനെ ആലോചിക്കണം. നമ്മുടെ മരണം ക്വാളിറ്റി ഉള്ളതായി തീരാൻ എന്താണ് നമ്മൾ ആലോചിച്ചിട്ടുള്ളത്, അതിൽ ശ്രദ്ധിച്ചിട്ടില്ലേ, ഉണ്ടോ എന്നൊരു ചിന്ത നമ്മൾക്ക് ഉണ്ടാവേണ്ടത്. അള്ളാഹു നമ്മുടെ ഈ നല്ല വസ്ത്രമാണോ ധരിച്ചത് എന്ന് അല്ല നോക്കുന്നില്ല. നിങ്ങൾ ലിനന്റെ വസ്ത്രമാണോ, കോട്ടൺ ആണോ, പോളിസ്റ്റർ ആണോ, ഇതൊന്നും പടച്ചോ നോക്കുന്നില്ല. നിങ്ങൾ ഏത് സൗന്ദര്യവർദ്ധക വസ്തുവാണ് ഉപയോഗിച്ചതെന്ന് പടച്ചോനൊരു താല്പര്യമല്ല. അതുകൊണ്ട് അല്ലാഹു റസൂൽ നമ്മളോട് പറഞ്ഞു, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും വലാകി യൻദുറു ഇലാ ഖുലൂബിക്കും വഅമാലിക്കും. അള്ളാഹു നിങ്ങളുടെ ശരീര ഭംഗിയിലേക്കോ ആകാര സൗഷ്ഠവങ്ങളിലേക്കോ വസ്ത്രങ്ങളിലേക്കോ ഒന്നും തന്നെ അള്ളാഹു നോക്കുന്നില്ല. വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കും വഅമാലിക്കും, നിങ്ങളുടെ കർമ്മങ്ങളിലേക്കുമാണ് അള്ളാഹു നോക്കുന്നത്. അപ്പൊ ആ കർമ്മങ്ങൾ ക്വാളിറ്റി ഉള്ളതാണോ അല്ലേ എന്നതാണ് ആലോചിക്കണം. എങ്ങനെങ്കിലും ഒക്കെ നിസ്കരിക്കുക, അതുപോരാ, ക്വാളിറ്റി ഉള്ള നിസ്കാരമാകണം. അങ്ങനെയാണ് അത് നമസ്കാരം മാത്രമല്ല, ഏത് ആരാധനയാണെങ്കിലും ഭൗതികമല്ലാത്ത ആത്മീയമായിട്ടുള്ള എന്താണെങ്കിലും അതിന് ക്വാളിറ്റി ഉണ്ടാവണം, അല്ലെങ്കിൽ പഠിച്ചം സ്വീകരിക്കില്ല. അതാണ് ഖുർആൻ നമ്മോട് പറഞ്ഞിട്ടുള്ളത്. 18-ാം അധ്യായം സൂറത്ത് അൽ കഹ്ഫിന്റെ 7-ാമത്തെ വചനം അതാണ് ഓതി വെച്ചത്. ഇന്നാ ജഅൽനാ മാ അലൽ അർളി സീനത്തൻ ലഹാ, നിങ്ങൾക്ക് നാം ഈ ഭൂമി സൗന്ദര്യമുള്ളതാക്കി വസിക്കാൻ യോഗ്യമുള്ളതാക്കി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അല്ലാഹു പറഞ്ഞതറിയോ? എന്തിനു വേണ്ടി? ലിയബ്ലുവഹും അയ്യുഹും അഹ്സനു അമല. ലിയബ്ലുവഹും, നിങ്ങളെ പരീക്ഷണം ചെയ്യുന്നതിന് വേണ്ടി. അയ്യുഹും, ആരുണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ? അഹ്സനു അമലൻ, ഏറ്റവും ക്വാളിറ്റിയോടെ കർമ്മം ചെയ്യുന്നവർ, ഏറ്റവും നന്നായി കർമ്മം ചെയ്യുന്നവർ എന്ന് പരീക്ഷണം ചെയ്യാനാണ് അള്ളാഹു നമ്മൾക്ക് ഈ ഭൂമി നമ്മളെ സൗകര്യപ്പെടുത്തി വിശാലമാക്കി സൗന്ദര്യമുള്ളതാക്കി തന്നത്. സൂറത്ത് മുൽക്കിൽ അല്ലാഹു പറയുന്നുണ്ട് 2-ാമത്തെ ആയത്ത്, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. നിങ്ങൾക്ക് ജീവിതവും മരണവും അള്ളാഹു നിശ്ചയിച്ചു തന്നിരിക്കുന്നത് ലിയബ്ലുവക്കും, നിങ്ങളെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. അയ്യുക്കും അഹ്സനു അമല, ആരുണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നന്നായി കർമ്മം ചെയ്യുന്നവർ. അപ്പൊ അളവിലല്ല
ഇവിടെ അള്ളാഹു പിന്നെ കാര്യങ്ങൾ നോക്കുന്നത് ഗുണത്തിലാണ്. അളവ് കുറെ ഉണ്ടാവുക. അയ്യുക്കും അഹ്സനു അമൽ എന്നാണ് പറഞ്ഞത്. ഏറ്റവും നന്നായി കർമ്മം ചെയ്യുക എന്ന, അക്സറു അമലൻ എന്നല്ല, കുറെ നിർവഹിക്കുക എന്നല്ല, കുറെ നിസ്കരിക്കുക, കുറെ നോമ്പ് വയ്ക്കുക, അതല്ല. ചെയ്യുന്നത് അയാൾ ഫർളേ നമസ്കരിക്കുന്നുള്ളൂ എങ്കിൽ ആ ഫർള് നമസ്കാരം ഏറ്റവും ക്വാളിറ്റിയോടെ ആയിരിക്കും. അയാൾ ഫർള് നോമ്പേ നോൽക്കുന്നുള്ളൂ, ആ നോൽക്കുന്ന നോമ്പ് ക്വാളിറ്റി ഉള്ളതാകാം. സുന്നത്തൊക്കെ നോൽക്കാം. അവ ചെയ്യുന്നതിന്റെ അളവല്ല, അതിന്റെ ഗുണമാണ് അള്ളാഹു നോക്കുന്നത്. അതാണ് അഹ്സനു അമലൻ, അക്സറു അമലൻ എന്ന് അള്ളാഹു അവിടെ പറഞ്ഞില്ല. അപ്പൊ അതാണ് അള്ളാഹു നമ്മളോട് ആവശ്യം. അപ്പം ഇസ്ലാമിൽ കർമ്മങ്ങളുടെ എണ്ണത്തേക്കാൾ പ്രധാനം കർമ്മങ്ങളുടെ ശുദ്ധിയും ഗുണമേന്മയുമാണ്. അതാണ് അയ്യുക്കും അഹ്സനു അമലൻ എന്ന് അള്ളാഹു പറഞ്ഞു. ഈ ക്വാളിറ്റിയുള്ള ആരാധനകൾ, കർമ്മങ്ങൾ നമ്മോടൊപ്പം ഉണ്ടാവൂ, അതേ ഉണ്ടാവുള്ളൂ. ക്വാളിറ്റി ഇല്ലാത്ത നിസ്കാരവും നോമ്പും അല്ലെങ്കിൽ ഒന്നും നമ്മളെ കൂടെ ഉണ്ടാവില്ല, നമുക്ക് ഉപകാരം ഉണ്ടാവില്ല. ബാക്കിയൊക്കെ ദുനിയാവിൽ അവസാനിച്ച് ഉപേക്ഷിപ്പിച്ചു പോകേണ്ടതാണ്. കർമ്മങ്ങൾ, ക്വാളിറ്റി ഉള്ള കർമ്മങ്ങൾ മാത്രമേ മനുഷ്യന്റെ കൂടെ ഉണ്ടാവൂ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ തിരുവചനം നമ്മൾ ഏറെ പ്രശസ്തമായതാണ്, നമ്മൾ കേട്ടിട്ടുണ്ട്. യത്ബഉൽ മയ്യിത്തു സലാസ. ഒരു മനുഷ്യൻ മരണപ്പെട്ടു പോകുമ്പോ ആ മനുഷ്യന്റെ കൂടെ 3 കാര്യങ്ങൾ അവനെ അനുഗമിക്കും, അവന്റെ പിന്നാലെ പോകും. എന്തൊക്കെയാണത്? അത് രണ്ടെണ്ണം തിരിച്ചു പോരുകയും 1 അവിടെ ബാക്കിയാകുകയും ചെയ്യും. അഹ്ലുഹു വ മാലുഹു വ അമലുഹു. ഇതാണ് 3 കാര്യങ്ങൾ. അവന്റെ കുടുംബം, അവന്റെ സമ്പത്ത്, അവന്റെ അമല്. ഈ 3 എണ്ണം ആ മനുഷ്യന്റെ കൂടെ പോകും. യർജു ഇസ്നാനി, 2 എണ്ണം അവിടെ മറമാടി കഴിഞ്ഞ് തസ്ബീത്ത് കഴിഞ്ഞാൽ യർജു ഇസ്നാനി, 2 എണ്ണം തിരിച്ചു വരും. വയബ്ഖാ വാഹിദ്, 1 ബാക്കിയാവും. യർജു അഹ്ലുഹു വ മാലുഹു, അവന്റെ കുടുംബവും സമ്പത്തും തിരിച്ചു പോരും. അവന്റെ ആശ്രിതരായി നിന്ന ആളുകൾ, ആ ആളുകളും അവന്റെ കുടുംബവും. ആശ്രിതരായി അവർ നിന്നത് എന്തുകൊണ്ടാ? അവന്റെ കയ്യിൽ കുറച്ച് സമ്പത്ത് ഉണ്ടായിരുന്നു, അതുകൊണ്ട് അവന്റെ കൂടെ ആശ്രിതരായി അവന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ മയ്യത്തിന്റെ കൂടെ അനുഗമിക്കും, കുടുംബവും അനുഭവിക്കും. തിരിച്ചു വരുന്നത് 2 എണ്ണം തിരിച്ചു പോരും. വയബ്ഖാ അമലുഹു, അവന്റെ കർമ്മം മാത്രമേ അവന്റെ അടുക്കൽ, അവന്റെ കൂടെ ബാക്കിയാവുകയുള്ളൂ എന്നാണ്. ഇത് നമ്മൾ ആലോചിക്കേണ്ടതാണ്. നമ്മളെ കൂടെ ബാക്കിയാകുന്ന കർമ്മം അത് ക്വാളിറ്റി ഉള്ളതല്ല എങ്കിൽ ആ കർമ്മം കൊണ്ടൊരു ഗുണമൊന്നുമില്ല. ഇതേ ഭൗതിക ജീവിതത്തിൽ നമുക്ക് താങ്ങും തണലുമായി നിന്നതുമാണ് കുടുംബം. ആ കുടുംബമൊക്കെ തിരിച്ചു പോരുകയാണ്, സമ്പത്തും തിരിച്ചു പോരുകയാണ്. ഈ രണ്ടിന്റെയും ഉപയോഗം ഈ ലോകത്ത് അവസാനിച്ചു. കുടുംബത്തിന്റെയും സമ്പത്തിന്റെയും ഉപയോഗം, പ്രയോജനം ഈ ലോകത്ത് അവസാനിച്ചു. പാരത്രിക ലോകത്ത് അതുകൊണ്ട് പിന്നെ ഒരു ഗുണമൊന്നുമില്ല. ബന്ധം ചെയ്തിട്ടുണ്ടെങ്കിലുള്ളൂ, അത് കർമ്മത്തിൽപ്പെട്ടല്ലോ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിന്റെ മറ്റൊരു രീതിയിൽ ഒരു തിരുവചനം നമ്മൾക്ക് പഠിപ്പിച്ചു. മസൽ ഇബ്നു ആദം മാലുഹു വ അഹ്ലുഹു വ അമലുഹു. ആദമിന്റെ മക്കളുടെ സമ്പത്തിന്റെയും കുടുംബത്തിന്റെയും കർമ്മങ്ങളുടെയും ഉദാഹരണം കറജുലിൻ, ഒരു മനുഷ്യനെ പോലെയാണ്. ലഹു സലാസത്തു ഇഖ്വത്തിൻ, അയാൾക്ക് 3 കൂട്ടുകാരുണ്ട്, 3 സഹോദരന്മാരുണ്ട്. ഔ അല്ലെങ്കിൽ സലാസത്തു അസ്ഹാബിൻ, 3 സുഹൃത്തുക്കളുണ്ട്. ഈ 3 സുഹൃത്തുക്കളുള്ള, 3 സഹോദരങ്ങളുള്ള ഒരുവനെ പോലെയാകുന്നു ഒരു മനുഷ്യന്റെ സമ്പത്തും അവന്റെ കുടുംബവും അവന്റെ കർമ്മങ്ങളും. ഫഖാല അഹദുഹും, അതിൽ ഒരുത്തൻ അവനോട് പറയും, അന മഅക ഹയാതക, നീ മരിക്കുന്ന കാലത്തോളം, നീ ജീവിച്ചിരിക്കുന്ന കാലത്തോളം നിന്റെ കൂടെ ഞാനുണ്ടാകും. ഫഇദാ മിത്ത്, നീ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഫലസ്തു മിൻക വലസ്ത മിന്നി, ഞാനും നീയും തമ്മിൽ ഒരു ബന്ധവുമില്ല. സമ്പത്താണ് പറയുന്നത്. ഇന്ന് നമ്മൾ മരിച്ചാൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സമ്പത്തിന്റെ അവകാശികൾ ആരായി മാറാണ്? നമ്മുടെ അനന്തരാവകാശികളായി മാറാണ്. ഇന്ന് മരിച്ചാൽ, ഇപ്പം മരിച്ചാൽ
നമ്മള് നമ്മുടെ എത്ര സമ്പത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ ആ സമ്പത്ത് നമ്മളോട് പറയാണ്, നീ ജീവിച്ചിരിക്കുമ്പോ ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും, നീ മരിച്ച നിമിഷം മുതൽ ഫലസ്തുമിങ്ക വലസ്തമിന്നി, ഞാനും നീയും തമ്മിൽ ഒരു ബന്ധവുമില്ല. അത് അനന്തരാവകാശികളതായി. അതുകൊണ്ട് റസൂല ചോദിച്ചേ, നിങ്ങൾ ആരെങ്കിലും മറ്റുള്ള ആളുകൾക്ക് വേണ്ടി സമ്പാദിക്കാറുണ്ടോ? അപ്പൊ റസൂലിനോട് അവർ പറഞ്ഞു, ഞങ്ങൾ അധ്വാനിക്കുന്ന ഞങ്ങൾക്കും വേണ്ടി റസൂലേ. അപ്പൊ റസൂൽ അവരോട് ചോദിച്ചൊരു ചോദ്യമാണ്, നിങ്ങൾ ഇപ്പം മരിച്ചാൽ നിങ്ങളെ കയ്യിലുള്ള സമ്പത്ത് ആരുടെ വെച്ച്? മക്കൾക്കുള്ളതാണ്. അതുകൊണ്ടാ ചോദിച്ചത്, നിങ്ങൾ ആർക്കും വേണ്ടിയാ സമ്പാദിക്കുന്നത്? അപ്പം അങ്ങനെ പറയും, സമ്പത്ത് പറയും, അനമഅക ഹയാതക, ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് നിന്നോട് കൂടെ ഉണ്ടാകും. വഖാലൽ ആഖർ, രണ്ടാമത്തെ ആള് പറയാണ്, അനമഅക, ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും. എപ്പോഴെന്നറിയോ? അനമഅക ഫഇദാ ബലഅത് തിൽക ഷജറ, നീ ജീവിച്ചിരിക്കുമ്പോഴും നീ മരിച്ചു കഴിഞ്ഞാൽ കുറച്ചു നേരവും ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും. നിന്നെ ആ മരത്തിന്റെ ചുവട്ടിൽ കൊണ്ടുപോയി മറമാടുന്നത് വരെ, ആ മരത്തിന്റെ അടുക്കൽ എത്തിക്കഴിഞ്ഞാൽ ഫലസ്തുമിങ്ക വലസ്തമിന്നി, ഞാനും നീയും തമ്മിൽ ഒരു ബന്ധവുമില്ല, കുടുംബാണത്. ഏതെങ്കിലും കുടുംബക്കാരും മരിച്ച മയ്യത്തിന്റെ കബറിന്റെ അടുക്കല് കാലാകാലം നിൽക്കലില്ല, അവിടുന്ന് കുറച്ച് കഴിഞ്ഞാൽ എന്തായാലും പോരും. അപ്പൊ കുടുംബം പോലും നമ്മുടെ കൂടല്ല. ഇനിയോ എന്നാൽ അന വഖാലൽ ആഖർ, മൂന്നാമത്തെ ആള് പറയാണ്, അന മഅക ഹയ്യം വ മയ്യിതൻ, നീ ജീവിച്ചാലും ശരി മരിച്ചാലും ശരി നിന്റെ കൂടെ ഞാൻ ഉണ്ടാകും. അതവന്റെ കർമ്മമാണ്. അതുകൊണ്ടാണ് ആ കർമ്മങ്ങൾ ഏറ്റവും ക്വാളിറ്റിയുള്ള, ഏറ്റവും ഗുണമേന്മയുള്ള നല്ല കർമ്മങ്ങളായിരിക്കണം മനുഷ്യന്റെ കയ്യിൽ ഉണ്ടാവേണ്ടത്. അതുകൊണ്ട് ഭൗതിക ജീവിതത്തിൽ നമ്മൾക്ക് താങ്ങും തണലൊക്കെ ആയ കുടുംബം കുടുംബവും സമ്പത്തും നമ്മളെ വിട്ടുപോരും. അതിന്റെയൊക്കെ പ്രയോജനം നമുക്ക് ഈ ദുനിയാവുന്നാ കിട്ടുന്നത്. രണ്ടിന്റെയും പ്രയോജനം ഇവിടുന്നാ കിട്ടുക. കുടുംബം വലിയ താങ്ങും തണലായി നമ്മുടെ കൂടെ നിന്നതാ, സമ്പത്ത് അതിനു വേണ്ടിയല്ല നമ്മൾ ഉപയോഗിച്ചതാ. എന്നാൽ ഇവ രണ്ടും പരലോകത്തേക്ക് നമ്മുടെ കൂടെ പോരൂല. മരണം സംഭവിക്കുന്നതോടെ ആ കാര്യങ്ങളുമായുള്ള സർവബന്ധങ്ങളും അറ്റുപോകും. എന്നാൽ ഇതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമാണ്, വിഭിന്നമാണ്, സദാസമയം നമ്മുടെ കൂടെ വേർപിരിയാതെ നിൽക്കുന്ന കൂട്ടുകാരനാണ് ആ മനുഷ്യന്റെ കർമ്മങ്ങൾ. ആ കർമ്മങ്ങൾ ക്വാളിറ്റി ഉള്ളതായാൽ, നല്ലതായാൽ അവനെ അത് സന്തോഷിപ്പിക്കും. ആ കർമ്മങ്ങൾ ദുഷ്കർമ്മങ്ങളാണെങ്കിൽ ആ കർമ്മങ്ങൾ അവരെ ഭീഷണിപ്പെടുത്തും. അതാണ് എന്ന് പറഞ്ഞാൽ, കർമ്മം എങ്ങനെയാണെങ്കിലും നമ്മുടെ കൂടെ ഉണ്ട്. നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും നമ്മുടെ കൂടെ ഉണ്ട്. നല്ലതാണെങ്കിൽ അത് നമ്മളെ സന്തോഷിപ്പിക്കും. ചീത്തയായിട്ടുള്ള ദുഷ്കർമ്മങ്ങളാണെങ്കിലോ അത് ആ മനുഷ്യനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കും. അത് ഭയങ്കര പ്രയാസം ഉണ്ടാക്കും. ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്ന ഒരു തിരുവചനത്തില് നമ്മൾക്ക് കാണാൻ സാധിക്കും. വലിയൊരു തിരുവചനമാണ്. ഒരു സംഭവം എങ്ങനെ പറയും, ഞങ്ങൾ റസൂലിന്റെ കൂടെ ഇരിക്കുകയായിരുന്നു. അപ്പൊ റസൂല് മയ്യത്ത് പള്ളിയിൽ ജനാസ കൊണ്ടുവന്നു. ഞങ്ങള് മയ്യത്ത് ആ ജനാസക്ക് വേണ്ടി നമസ്കരിച്ചു, എന്നിട്ട് മറമാടി. ഇങ്ങനെ ആ കാര്യങ്ങളെല്ലാം അതിങ്ങനെ പറഞ്ഞു. അത് വലിയൊരു തിരുവചനാണ്, അത് ഹദീസിലാണ് അതിങ്ങനെ പറയുന്നത്. ബറാ ഇബ്നു ആസിബ് അങ്ങനെ ഞങ്ങള് ഖബറിന്റെ അടുക്കൽ ചെന്നു. അവിടുന്ന് കഴിഞ്ഞ് അടുത്ത എല്ലാ കർമ്മങ്ങളും കഴിഞ്ഞ് തിരിച്ചു പോന്നു. എന്നിട്ട് റസൂലിന്റെ കൂടെ ഞങ്ങൾ ഒരു സ്ഥലത്ത് ഇരിക്കുകയാണ്. റസൂൽ ഇരുന്നപ്പോ ഞങ്ങളും റസൂലിന്റെ അടുത്തിരുന്നു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളോട് പറഞ്ഞു, ഈ മനുഷ്യന്റെ അടുക്കൽ നല്ല മനുഷ്യനാണെങ്കിൽ ഖബറിൽ എത്തിക്കിടക്കുന്ന മനുഷ്യന്റെ അടുക്കെ ഒരാള് വരും. ഹസനുൽ വജ്ഹ്, നല്ല സൗന്ദര്യമുള്ള നല്ല സുന്ദര രൂപമാണ് അദ്ദേഹത്തിന്റെ മുഖം. അങ്ങനെയാണ്. ഹസനു സിയാബ്, നല്ല വസ്ത്രമാണ് അദ്ദേഹം ധരിച്ചത്. നല്ല സുഗന്ധവുമുണ്ട്. ഫയഖൂൽ, ഈ വന്ന ആള് ഈ ഖബറിൽ കിടക്കുന്ന മനുഷ്യനോട് പറയും, അബ്ശിർ ബില്ലദി യസുറക, നീ എന്നെ കണ്ട് സന്തോഷിച്ച് സന്തോഷവാനായിക്കൊണ്ട് ഇവിടെ നീ ജീവിച്ചു കൊള്ളുക. വാഗ്ദത്ത ദിവസം വരെ, എന്നാൽ ലോകാവസാനം സംഭവിക്കുന്നത് വരെ. ആ വന്ന ആളോട്, ഖബറിൽ കിടക്കുന്ന മനുഷ്യൻ ചോദിക്കും, മൻ അൻത, നീ ആരാണ്?
ഇതുവരെ ഇതുപോലത്തെ ഒരു മുഖം ഞാൻ അത്ര സൗന്ദര്യമുള്ള ആൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നീ ആരാണ് എന്ന് ചോദിക്കുമ്പോ ആ മനുഷ്യൻ വന്ന ആഗതൻ ഈ ഖബറിൽ കിടക്കുന്ന മനുഷ്യനോട് പറയും, ഞാൻ നിന്റെ സൽക്കർമ്മമാണ്, ഞാൻ നിന്റെ സൽക്കർമ്മമാണ്. അത് ഇത്ര സൗന്ദര്യമുണ്ട് അതിന്. അത് ക്വാളിറ്റി ഉള്ള കർമ്മമായതുകൊണ്ടാണ്. അപ്പൊ അത്ര സൗന്ദര്യമുള്ള ആ കർമ്മമാണ് ഇവിടെ ഈ വന്നിരിക്കുന്നത്. ഈ ഖബറിൽ കിടക്കുന്ന മനുഷ്യൻ ആ സന്ദർഭത്തിൽ പറയും, റബ്ബി അഖിമിസ്സാ, പടച്ചോനെ എത്രയും പെട്ടെന്ന് അന്ത്യസമയം ഉണ്ടാക്കണേ, ഹത്താ അർജിഉ ഇലാ അഹ്ലി വമാലി, എനിക്ക് എന്റെ കുടുംബത്തിലേക്കും എന്റെ സമ്പത്തിലേക്കും ഒക്കെ തന്നെ തിരിച്ചു പോകാമല്ലോ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പടച്ചോനെ ലോകാവസാനം ഉണ്ടാക്കണം, എനിക്കിതൊക്കെ ആസ്വദിക്കാമല്ലോ എന്ന് ആ മനുഷ്യൻ പറയും. സൽക്കർമ്മം ചെയ്ത മനുഷ്യന്റെ അടുക്കലേക്ക് അങ്ങനെ വരുമെന്ന് ഇമാം അഹ്മദ് ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. മറ്റേ ഇതിന് നേരെ വിപരീതമാണ്, ദുഷ്കർമ്മകാരിയായിട്ടുള്ള മനുഷ്യനാണെങ്കിൽ ആ മനുഷ്യന്റെ അടുക്കല് വികൃതമായ വിരൂപമായ മുഖവുമായി പിന്നെ അതോടൊപ്പം തന്നെ മോശപ്പെട്ട വസ്ത്രവും ധരിച്ചുകൊണ്ട് ദുർഗന്ധവുമായി കൊണ്ടാണ് ആ മനുഷ്യന്റെ അടുക്കലേക്ക് വരിക. ഫയഖൂൽ, അദ്ദേഹത്തോട് പറയും, അബിഷിർ ബില്ലദി യസൂഅക, എന്റെ ഈ ചീത്ത രൂപം കണ്ടിട്ട്, ഈ വികൃതമായ കോലം കണ്ടുകൊണ്ട് നീ പേടിച്ചരണ്ട് ഇവിടെ കഴിഞ്ഞുകൊള്ളുക എന്ന് പറയുമ്പോ, അന്ത്യദിനം വരെ കഴിഞ്ഞുകൊള്ളുക എന്ന് പറയുമ്പോ ആ മനുഷ്യൻ ചോദിക്കും, നിങ്ങൾ ആരാണ്? ഞാൻ ഇതുവരെ എത്ര വികൃതമായ ഒരു മുഖം കണ്ടിട്ടില്ലല്ലോ, ആരാണ് നിങ്ങൾ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് വന്ന ആഗതൻ പറയുന്നു, ഫയഖൂൽ അന അമലുക്കൽ ഖബീസ്, അന അമലുക്കൽ ഖബീസ്. മറ്റൊരു ഹദീസിൽ അന അമലുക സൂ, ഞാൻ നിന്റെ ദുഷ്കർമ്മമാണോ, നീ എന്നെ കണ്ട് പ്രയാസപ്പെട്ട് നീ എന്ത് എവിടെ ഇങ്ങനെ കഴിഞ്ഞുകൂടിക്കൊള്ളുക. ആ മനുഷ്യൻ പറയാ, അല്ലാഹുവേ റബ്ബി ലാ തുഖ്മിസാ, പടച്ചോൻ അന്ത്യസമയം എപ്പോഴൊന്നും ഉണ്ടാക്കല്ലേ. അപ്പൊ രണ്ട് ആളുകള് അവരുടെ മനുഷ്യൻ ചെയ്ത കർമ്മങ്ങളിൽ നന്മയും തിന്മയുമായി കൊണ്ട് അവന്റെ അടുക്കൽ അവന്റെ കർമ്മങ്ങളുടെ ഫലം വന്നതാണത്. ഇനി നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മുടെ ഖബറുകളിലേക്ക് ഏത് രൂപമാണ് കടന്നു വരിക? നമ്മൾ ഓരോരുത്തരും, ഞാനും നിങ്ങളും നമ്മളടക്കം നമ്മൾ ആലോചിക്കേണ്ടതാണ്. നമ്മുടെ ഖബറിലേക്ക് സുന്ദരമായ രൂപം കടന്നു വരുമോ, അതല്ല വിരൂപമായ വികൃതമായ രൂപമാണോ കടന്നു വരിക എന്ന് ആലോചിക്കേണ്ടവർ നമ്മളാണ്. അപ്പൊ കർമ്മങ്ങളെ, അതുകൊണ്ട് തന്നെ സൽക്കർമ്മം അത് ഏറ്റവും നല്ലതാക്കി ക്വാളിറ്റി ഉള്ളതാക്കി തീർക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. വിശുദ്ധ ഖുർആനെ ഇത് മറ്റൊരു രീതിയിൽ നമ്മൾക്ക് പറയുന്നത്, വുജൂഹു യൗമഇദിൻ മുസ്ഫിറ ലാഹിഖത്തും മുസ്തബ്ശിറ, വുജൂഹു യൗമഇദിൻ മുസ്ഫിറ, അന്ന് ചില മുഖങ്ങള് പരലോകത്ത് വരുമ്പം പ്രസന്നയുള്ളതായിരിക്കും, പ്രകാശിക്കുന്നതായിരിക്കും, സന്തോഷമുള്ളതായിരിക്കും. ലാഹിഖത്തും മുസ്തബ്ശിറ, അവർ ചിരിക്കുന്നവരും സന്തോഷം കൊള്ളുന്നവരുമായിരിക്കും. വവുജൂഹും യൗമഇദിൻ അലൈഹാ ഖബറ, അന്ന് ചില മുഖങ്ങളൊക്കെ തന്നെ പൊടി പുരണ്ട് വിവർണമായിരിക്കുന്ന രീതിയിലായിരിക്കും. ഫർഹഖുഹാ ഖതറ, അവയെ കൂരിരുട്ട് മൂടിയിട്ടുണ്ടാകും. ഉലൈക ഹുമുൽ കഫറത്തുൽ ഫജറ, ആ കൂട്ടരത്രേ അവിശ്വാസികളും അധർമ്മകാരികളുമായിട്ടുള്ളവർ. അപ്പൊ വുജൂഹു യൗമഇദിൻ മുസ്ഫിറ ലാഹിഖത്തും മുസ്തബ്ശിറ എന്ന് പറയുന്ന കൂട്ടത്തിലേക്ക് ആവാൻ വേണ്ടിയിട്ട് നമ്മുടെ കർമ്മങ്ങളെ നമ്മളെ പരിവർത്തിപ്പിക്കണം. അതിലേക്ക് വേണ്ടി ഏറ്റവും നന്നായിട്ട് നമ്മൾ നമസ്കാരം, നമ്മുടെ ആരാധനകള്, നമ്മുടെ സൽക്കർമ്മങ്ങൾ നിർവഹിക്കണം. നമസ്കാരമൊക്കെ ക്വാളിറ്റി ഉള്ള നിസ്കാരമായി മാറണം. ഇത് നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ സൂചിപ്പിച്ചു, വളരെ പെട്ടെന്ന് നമസ്കരിച്ചു പോകുന്ന ചില റസൂൽ അത് പറഞ്ഞിട്ടുണ്ട്. നമസ്കാരത്തിന്റെ ഓരോ ഘടകങ്ങളും പൂർണ്ണമാകണം. സുജൂദ് പൂർണ്ണമാകണം, റുക്കൂ പൂർണ്ണമാകണം, ഖിയാമ് പൂർണ്ണമായിരിക്കണം. അത് റുക്കൂലേക്ക് എത്തുന്നതിന് മുമ്പേ എണീക്കുന്ന അവസ്ഥ ഉണ്ടായാൽ അത് ക്വാളിറ്റി നിസ്കാരമല്ല. റസൂൽ പറഞ്ഞു, കോഴി കൊത്തുന്നത് പോലെ നമസ്കരിക്കുന്ന ചില ആളുകളുണ്ട്. എന്താ, അവര് കോഴിക്ക് നമ്മൾ കൂട് തുറന്നിട്ട് ധാന്യം ഇട്ട് കൊടുത്താൽ എന്ത് ചെയ്യും, അതിങ്ങനെ പെട്ടെന്ന് കൊത്തി തിന്നു, ധൃതി കാണിച്ചുകൊണ്ട്. അതുപോലെ റുക്കൂലേക്ക് എത്തുന്നതിന് മുമ്പ് എണീറ്റു, സുജൂദിന് നെറ്റിയും മൂക്കും ഒക്കെ തട്ടുന്നതിന് മുമ്പ് എണീറ്റു. പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നതാണത്. ഉമിർത്തു അലാൻ അസ്വദ സബഅത്ത് അഅ്ളുമിന്ന, സുജൂദിനെ പറ്റി പറഞ്ഞേ, 7 അവയവങ്ങളിലായിക്കൊണ്ട് നമ്മുടെ സുജൂദ് ചെയ്യുന്ന സമയത്ത് 7 അവയവങ്ങൾ ഭൂമി തട്ടണം. പലപ്പോഴും നമ്മുടെ മൂക്ക് തട്ടുന്നില്ല, നെറ്റിയെ തട്ടണുള്ളൂ. അപ്പോൾ നമ്മൾ എണീറ്റിക്കണ്. ഈ നെറ്റി തട്ടാൻ തന്നെ സമയം എടുക്കണില്ല.
അപ്പൊ അതിന്റെ ക്വാളിറ്റിയോട് കൂടി നിർവഹിച്ചാലേ അത് നിർവഹിക്കാൻ നമുക്ക് അത് പൂർണ്ണമാകും. അപ്പൊ ആ രീതിയിൽ നമ്മുടെ നമസ്കാരങ്ങള്, ആരാധനാ കർമ്മങ്ങൾ ക്വാളിറ്റി ഉള്ളതായി ആകുമ്പോഴാണ് അഹ്സനു അമലൻ എന്ന് പറഞ്ഞ ഗണത്തിലേക്ക് നമ്മുടെ എല്ലാ കർമ്മങ്ങളും ആയിത്തീരുക. അപ്പൊ നമ്മൾ ആലോചിക്കുക, നമ്മള് ചിരിക്കുമെന്ന് പറഞ്ഞ, മുഖപ്രസന്നത ഉണ്ടാകുമെന്ന് പറഞ്ഞ ആ ഒരു കൂട്ടത്തിലായിരിക്കുമോ നമ്മൾ ഉണ്ടാവുക നമ്മുടെ കർമ്മങ്ങൾ കൊണ്ട്? അതല്ല, നമ്മൾ അവിടെ പ്രയാസപ്പെടുമോ എന്ന് ആലോചിക്കുക. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ അത് ഏറ്റവും നല്ല രീതിയിലും ക്വാളിറ്റി ഉള്ളതുമാക്കി തീർത്തുകൊണ്ട് ജീവിതത്തെ ധന്യമാക്കുക. അള്ളാഹു നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ.